ഇളയ സഹോദരൻ അവൻ നശിച്ചു കഴിഞ്ഞു. നശിച്ചുപോയി എന്നതിൽ പുറമെ ദുഃഖമുണ്ടെങ്കിൽ ഉള്ളിൽ പുറമാക്കി ഉള്ളിൽ സന്തോഷിക്കുകയാണ്. എന്താ അതിന്റെ കാരണം? യഥാർത്ഥത്തിൽ നശിക്കുന്നതിനെ കുറിച്ച് വേവലാതി ഇല്ല. നഷ്ടപ്പെടുമോ എന്ന വ്യാധിയാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ ഇച്ചിരി ചിന്തിച്ചു. പകുതി അവകാശം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി എല്ലാം നശിപ്പിച്ചിട്ടാണ് ഇന്ന് ഇവൻ വന്നത്. അപ്പൊ ഇവൻ ഇന്ന് വീട്ടിൽ കയറി മകനായി ജീവിച്ചാൽ ഇപ്പോൾ ഉള്ള വസ്തു ആരുടേതാണ്? കിട്ടുകയാണെങ്കിൽ മൂത്ത മകന്റേതാണ്. ഇപ്പോൾ ഉള്ള വസ്തു ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തരത്തിൽ ഉത്തരം എന്ന് പറയുന്നത് ആരുടേതാണെന്ന് അറിയാമോ? പിതാവിൻ്റെതാണ് കേട്ടോ. നിങ്ങൾക്ക് അവകാശം എഴുതിയ ആധാരം പിതാവ് തന്നിട്ടുണ്ടെങ്കിലും പിതാവിനെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറക്കി വിട്ടാൽ അതിന് കളക്ടർ പോലും വേണ്ട, RDO വന്ന് നിങ്ങളെ അറസ്റ്റ് രേഖപ്പെടുത്തി നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഭക്ഷണം കിട്ടാത്ത വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ മാതാപിതാക്കളെ നോക്കാത്ത മക്കളെ കൊണ്ട് വേദനിക്കുന്നവരോ അവകാശത്തെ കുറിച്ച് മറക്കണ്ട. ചുമ്മാ ചെന്ന് വില്ലേജ് ഓഫീസിന് ഒരു പരാതി കൊടുത്താൽ മതി. പാവ അച്ഛനോടൊന്നും പറയണ്ട, വില്ലേജ് ഓഫീസിന് ഒരു പരാതി കൊടുത്താൽ മതി. എത്ര മിടുക്കൻ മകനാണേലും മരുമകളാണേലും ശിക്ഷ എഴുതും നോക്കുകൊണ്ട്. അതാ ഇന്നത്തെ നിയമം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് ആകപ്പാടെ പ്രശ്നമാകും. ഇത് കഴിയുമ്പോ ഇങ്ങോട്ട് നോക്കിക്കേ, മൂത്ത മകന്റെ വേവലാതി. അതാണ് മൂന്നാമത്തെ വിഷയം. എന്താണ് വേവലാതി എന്നറിയാമോ? നശിച്ചവന്റെ നാശത്തെ കുറിച്ചുള്ള വേവലാതിയല്ല, മറിച്ച് എനിക്കുള്ളത് നഷ്ടപ്പെടുമോ എന്ന് കുറവാക്കി നഷ്ടപ്പെടുമോ എന്ന വേവലാതിയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇതിനോട് ചേർത്ത് കർത്താവ് സക്കായിയും കർത്താവും തമ്മിൽ കണ്ട കാര്യം ഏത് പ്രസംഗം പറയുമ്പോഴും സക്കായിയെ കുറിച്ചൊന്ന് പറയണ്ടേ? സക്കായിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പ്രസംഗമാകത്തില്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, യേശുവിനെ കാണുവാനായി സക്കായി യാത്ര ചെയ്യുന്നു. യേശു വന്ന വഴിയെ സക്കായി മുമ്പേ ഓടി കാട്ടത്തിയിൽ കയറിയിരുന്നു. അതിനെയായിരുന്നു യേശുവിന് പോകേണ്ടത്. ആ സ്ഥലത്ത് യേശു ചെന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കി, സക്കായി വേഗം ഇറങ്ങി വരിക. ഉടനെ സക്കായി ഇറങ്ങി വന്നു. യേശു പറഞ്ഞു, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം. ഇത് സഭയുടെ ആരാധനാ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആവർത്തിച്ചാവർത്തിച്ച് ഉദ്ധരിക്കുന്ന സംഭവമാണ്. വീടുകൂദശയിൽ നിർബന്ധം ഇത് വളരെ ചേർത്ത് പറഞ്ഞിരിക്കുക. സക്കായി പറയുന്ന ഒരു വാക്കുണ്ട്, വസ്തുവകകളിൽ പകുതി ദരിദ്രക്കൂടത്തേക്കാം. 4 ഏക്കർ ഉണ്ടെങ്കിൽ എത്ര പോയി? 2 ഏക്കർ പോയി. അടുത്തത് പിടിച്ചു പറിച്ചെടുത്തിട്ടുള്ളത് 4 ഇരട്ടി തിരികെ കൊടുത്തേക്കാം. അപ്പൊ ഇപ്പൊ സക്കായിക്ക് എന്നാ ഉണ്ട്? സത്യത്തിൽ തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിച്ചം 2 പിടിച്ചു പറിച്ചത് 4 ഇരട്ടിയായി കൊടുത്തു കഴിയുമ്പോ 4 ഏക്കർ തീർന്നു. അന്നേരമാണ് യേശു പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്നീ ഭവനത്തിന് നല്ല വാക്ക് ജീവനുണ്ടായി എന്നാണ്. ഇന്നീ ഭവനത്തിന് ജീവനുണ്ടായി.